ഞങ്ങളെ ഒരു മാസം മുമ്പ് ഊട്ടിയിലേക്ക് യാത്ര പോയി. ഊട്ടിന്റെ ഗ്രാമത്തിലൂടെ ഞങ്ങള് 3-4 ആളുകൾ ഊട്ടിയുടെ ഘോര വനാന്തരങ്ങളിലൂടെ എങ്ങനെ യാത്ര ചെയ്യാം. അദ്ദേഹത്തിന്റെ ആ ഒരു ഗുരുത്വം ഞങ്ങൾക്ക് കിട്ടുകയും ഇദ്ദേഹത്തെ അയാള് മാജിക് പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് മുമ്പില് ആ മാജിക് ഗഫ്ഫാർ മാഷ് നിങ്ങൾക്ക് വേണ്ടി അവിടെ വളരെ ശ്രദ്ധയോടെ കൂടി നിങ്ങൾ കണ്ടിരുന്നു. മാജിക് എന്ന് പറഞ്ഞാൽ കണ്ടെത്തണം, ഭയങ്കര കണ്ടെത്തുകളാണ് മാജിക്. നിങ്ങൾ അത് പോയിട്ട് വീട്ടിൽ പോയിട്ട് പരീക്ഷണം നടത്തരുത്. അപ്പോ ഈ ആലപ്പുഴയിൽ വെച്ചിട്ടേ ഒരാള് മാജിക് ഷോ നടത്തി. എന്തായിരുന്നു അറിയുന്നത്? അയാളെ കയ്യും കാലും കെട്ടിയിട്ട് ഒരു ദീക്ക് വെള്ളത്തിക്ക് തള്ളുക, കായലിക്ക്. പക്ഷെ അയാളെ കാര്യങ്ങളൊന്നും അയാൾ വിചാരിച്ചതുപോലെ നടന്നില്ല. അയാൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം കുടിച്ച് മരിച്ചു വരും. സാധാരണഗതിയിൽ അത് പിന്നെ ചില ആളുകൾ വലിയ മജീഷ്യന്മാരൊക്കെ തീയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക, അതുപോലെ ട്രെയിനിൻ്റെ റെയിൽപാളത്തിൽ കിടന്നിട്ട് ട്രെയിനോട് പോയി കഴിഞ്ഞ് എണീറ്റ് വരിക ഒക്കെ ചെയ്യും. അത് നിരന്തരമായ ഒരു പരിശീലനം. നമ്മളൊക്കെ പോയി കിടന്നാൽ ട്രെയിന് നമ്മളെ മേലെ കൂടി കയറുന്നല്ലാതെ പിന്നെ മാജിക് ഒന്നും നടക്കില്ല, ഒരു മരണം സംഭവിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പിന്നെ ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പരീക്ഷണം നടത്തരുത്. ഇത് മാഷക്ക്, ഗഫാർ മാഷക്ക് പ്രത്യേകം കിട്ടിയ ഒരു വരദാനാണ്. ഓക്കെ, മാജിക് ഷോക്ക് ഒരു ബെഞ്ച് ഇവിടെ ആവശ്യമാണ്. ഒരു ബെഞ്ച് കിട്ടും, ഒരു ഡെസ്ക്. എന്താണ് നിങ്ങളുടെ കയ്യിൽ കാണുന്നത്? എന്താണ്? ഒരു പുസ്തകം അല്ലേ? ഒരു പുസ്തകം അല്ലേ? അല്ലേ? ഇതിലെന്തെങ്കിലും ഉണ്ടോ? പുസ്തകത്തിൽ പ്ലെയിൻ ബുക്ക് അല്ലേ? നോക്കട്ടോ, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കൂ. ഇതെന്താണ്? ഒരു തൂവല് കൊണ്ടുള്ള ഒരു പൂവല. ഓക്കെ, ഗഫാർ മാഷിന്റെ മാജിക് ഷോ. ശബ്ദം നൽകുന്ന ആര് ശബ്ദം നൽകുന്ന പുതിയ മാജിക്കുകൾ വരുന്നതാണ്. അതാ വീണ്ടും മറ്റൊരു കളറിലേക്ക്. ഓക്കെ, ഓക്കെ, ഇതിലിപ്പോ ഏത് കളറാണുള്ളത്? മഞ്ഞ. ഏത് കളർ? മ്യൂസിക് പ്ലേ മ്യൂസിക്. അതാ മറ്റൊരു കളർ, വീണ്ടും ഗ്രീൻ. ഇനി ഒരാൾ അപ്പൊ മാഷ കയ്യില് ഒരു റിംഗ് ഉണ്ട്. ആ റിംഗിൽ ഒരു ചെറിയ കീ ചെയിൻ ഉണ്ട്. അത് ആ കീ ചെയിൻ ആ റിംഗിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കഴിയുമെന്നാണ് ചോദ്യം. റസിനെ സൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. റസിന് കഴിയുന്നുണ്ടോ? അടുത്തതായി നമ്മുടെ HMനെ സ്വാഗതം ചെയ്യാം. മാഷിനെ ഈ ലോക്ക് അയക്കാൻ സാധിക്കുമോ നോക്കാം. ആ റിംഗായി വന്നൂല. കഴിയുന്നുണ്ടോ? ഫാത്തിമ എല്ലാവരും ഇവിടെ ഇരിക്കട്ട.
ദിയ ഫാത്തിമ കറക്കി നോക്കുകയാണ് വല്ലതും കിട്ടുന്നുണ്ട്. നമുക്ക് ക്ഷമ ടീച്ചർ വിളിക്കാം. ക്ഷമ ടീച്ചർ വരും. ക്ഷമ ടീച്ചർ last call Yasser. Last call Yasser. Yasser ശ്രമിക്കുകയാണ്. യാസറിനോട് റിങ്കോ പൊട്ടിക്കരുത് എന്നൊരു അപേക്ഷ ഉണ്ട്. യാസറിന് കഴിയുന്നുണ്ട്. യാസർ കഴിയുന്നില്ല. അതോ മാജിക് സംഭവിക്കുന്നു. മാജിക് സംഭവിക്കുന്നു. വെറും നിസ്സാര സമയം കൊണ്ട് നമ്മുടെ മജീഷ്യൻ ആ റിംഗ് എടുത്തിരിക്കുന്നു. അടുത്തത് മറ്റൊരു മാജിക്. നേരത്തെ വരാത്ത ഒരാൾ ആ ഷാസിൽ ഒരാൾ ഞാൻ വിളിക്കും. ഷാസിലെന്താ കണ്ടത്? ആ ഒരു താറാമുണ്ട് അവൻ കണ്ടു. ഒരാൾ കൂടി വരാം. എല്ലാരും കണ്ടോളൂ. ഓക്കെ. ഇപ്പൊ നിങ്ങൾ കണ്ടിരുന്നാല് ഒരു മുട്ട കണ്ടില്ല. ഓക്കെ, അലീസ് ഒന്ന് നോക്കിക്കോ. കണ്ടോ, മുട്ട വിരിഞ്ഞ് കോഴിയായി. കയ്യടിക്ക്. ശരി കളിച്ചൊരുക്കി. കോഴിയായി. എല്ലാരും സീറ്റിലേക്ക്. അടുത്തത് ബാറ്ററി അറിയുള്ളൂ. അനാനെ ഗൈസ് സെറ്റ് ചെയ്തിരിക്കുന്നു. നമ്പർ പറയും. മാഷ് നമ്പർ പറയും.
പക്ഷേ ഈ ഷൈജ ടീച്ചറെ നമുക്ക് ക്ഷണിക്കാം. ഷൈജ ടീച്ചർ ഡൈസ് സെറ്റ് ചെയ്യണം. ഷൈജ ടീച്ചർ അതാ ഷൈജ ടീച്ചർ സെറ്റ് ചെയ്ത ഡൈസ് എന്നാണ് ഇവിടെ ഗഫർമ ഷൂട്ടിനെ പറയുന്നതാണ്. അവിടെ ഇരിക്കുക, എല്ലാവരും അവിടെ ഇരിക്കണം. ഇരുന്നാലേ പറയുള്ളൂ. ഓക്കെ മാഷ് പറയൂ, ഗഫർ മാഷ് പറയൂ. ഒന്നല്ലേ തുറന്നു കാണിച്ചെടുക്കുക. ഇതാ ഒന്ന് ഷൈജ ടീച്ചർ വന്നു. ഓക്കെ ഇനി നമുക്ക് നമ്മുടെ രക്ഷിതാക്കളെ വിളിക്കാം. രക്ഷിതാക്കളിൽ നിന്ന് ആർക്കും വരാം. ഞങ്ങളെ എല്ലാവരും വെല്ലുവിളിക്കുന്നു. ഈ മാജിക് ഷോയിലേക്ക് ആർക്കും വരാം. വരും രസാന നമ്മുടെ എല്ലാവരും സീറ്റിലിരിക്കുക. ഇരിക്കണം. ഇനി ഞാൻ പറയും. വീണ്ടും നമ്മുടെ ഡൈസിന്റെ ബോക്സ് ഒന്നുകൂടി ലോക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ നല്ലൊരു കൈയ്യടി എടുക്കുക. ഇത്രയും വലിയ മാജിക് ഒക്കെ ചെയ്തിട്ട് ഇനി എല്ലാവരും മുന്നിൽ നിന്ന് മാറിയിരിക്കാം.